BJPയുടെ ഫുൾ ഫോം എന്താ? ഭാരതീയ ജനതാ പാർട്ടി എന്ന് വെച്ചാൽ ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടി. ഈ ഭാരതീയ ജനതാ പാർട്ടി ഒരു വർഗീയ പാർട്ടിയും ഒരു പ്രത്യേക മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പാർട്ടി മതേതരത്വ പാർട്ടിയും. ഇതിന്റെ വിരോധാഭാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മോദി സർക്കാർ 400-ൽ പരം പദ്ധതികൾ നിലവിൽ കൊണ്ടുവന്നു. അതിലെടുത്തു പറയത്തക്ക PMEGP, ആയുഷ്മാൻ, കിസാൻ സമ്മാൻ നിധി, ജൻ ഔഷധി, മാതൃവന്ദന യോജന, സുകന്യ സമൃദ്ധി യോജന, ഡിജിറ്റൽ ഇന്ത്യ, പ്രധാനമന്ത്രി ജൻധൻ യോജന, അടൽ പെൻഷൻ യോജന, അങ്ങനെ പോകുന്നു നീണ്ട ഒരു നിര. ഇതിൻ്റെ എല്ലാം ആനുകൂല്യങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് ആ ആനുകൂല്യം പറ്റുന്ന ആളുകൾ തന്നെ ഇതൊരു വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? മോദി സർക്കാർ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ പദ്ധതികൾ അത്രയും ഹിന്ദുക്കൾക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും അപേക്ഷിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഈ ഇലക്ഷനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിൽ എത്തിയപ്പോൾ 18,500 കോടിയിലധികം രൂപയുടെ പദ്ധതിയാണ് അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് പോയത്. ഈ പദ്ധതികൾ അത്രയും നമ്മുടെ കേരളത്തിൽ നടപ്പിലാവുമ്പോൾ ഇവിടെ ഹിന്ദുക്കൾ മാത്രമാണോ അതിൻ്റെ ഉപഭോക്താക്കളായി മാറുന്നത്? അല്ല, ജാതിമത വ്യത്യാസമന്യേ എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാകുന്ന പദ്ധതികളാണ് നമ്മുടെ മോദി സർക്കാർ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് പോയത്. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കൂ, നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ അവസ്ഥ എന്താണെന്ന്. നമ്മൾ ഈ കേരളത്തിൽ ഇരുന്ന് ഈ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ചിന്തിക്കാതെ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ഒന്ന് സഞ്ചരിച്ച് എല്ലാ ആളുകളുടെയും പുരോഗമനം, കോൺഗ്രസ് ഭരണകാലത്ത് നിന്നും എത്രത്തോളം പുരോഗമനം വടക്കേ ഇന്ത്യയിലെ പാവപ്പെട്ട ജനതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങളത് നേരിൽ കണ്ട് മനസ്സിലാക്കണം. കോൺഗ്രസ് ഭരണകാലത്തും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുള്ള പാവപ്പെട്ട ജനത ഇന്ന് നല്ലൊരു നിലയിൽ ജീവിക്കുന്ന അവസ്ഥാവിശേഷം നമുക്ക് വടക്കേ ഇന്ത്യയിലൊക്കെ കാണാൻ പറ്റും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ മോളുടെ ഓഫീസിൽ സ്വീപ്പറായിട്ട് വരുന്ന ഒരു ദീദിയുടെ ജീവിത ക്രമങ്ങൾ എത്രത്തോളം അവർക്ക് വളർച്ചയുണ്ടായി, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി എന്ന് നമുക്ക് അവർ പറയുന്നതൊന്ന് കേട്ട് നോക്കാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യണം.